പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവും അതുമായി പിന്നീട് ഉയർന്നു വന്ന വിവാദങ്ങളും എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളതിന് ഒരു എത്തും പിടിയുമില്ല. നരേന്ദ്രമോദിക്കെതിരായുള്ള മാലിദ്വീപ് മന്ത്രിമാരുടെ അധിക്ഷേപ പരാമർശത്തെ തുടർന്നുണ്ടായ വിവാദം ആളിക്കത്തുകയാണ്. ദേശീയ തലത്തിൽ നിരവധി പേർ യാത്ര റദ്ദാക്കി. രാജ്യാന്തര തലത്തിലും ഇതാണ് റിപ്പോർട്ട്. കേരളത്തിൽ നിന്ന് അത്രയധികം വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യാനില്ലാത്തതിനാൽ മാലിദ്വീപിലേക്കുള്ള ടിക്കറ്റ് റദ്ദാക്കലും ഇവിടെ ഉണ്ടായിട്ടില്ല. മാലിദ്വീപ് സ്വദേശികളാണ് കേരളത്തിലേക്ക് കൂടുതൽ എത്തുന്നത്. നിലവിൽ ഇവരുടെ യാത്രയ്ക്കും നിയന്ത്രണങ്ങളില്ല. മറ്റു വിദേശ രാജ്യങ്ങളെക്കാൾ ചിലവ് കൂടുതലാണ് മാലിദ്വീപിലേക്കുള്ള യാത്രയ്ക്ക്. 3 ദിവസത്തെ പാക്കേജിന് ഒരാൾക്ക് തന്നെ 1 ലക്ഷം രൂപ വരെ വേണ്ടിവരും. കടലോര വിനോദസഞ്ചാര കേന്ദ്രമായതിനാൽ മലയാളികളെക്കാൾ ഉത്തരേന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളാണ് മാലിദ്വീപിലേക്ക് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടാണ് മോദി അധിക്ഷേപിച്ചത് മാലിദ്വീപിന് വിനയാകുന്നത്. മാലിദ്വീപിൽ ഹണിമൂൺ പാക്കേജുകളാണ് കൂടുതലും വാഗ്ദാനം ചെയ്യുന്നത്. ഇതെല്ലാം റദ്ദാക്കുകയാണ് പലരും. ഇത് മാലിദ്വീപിന് വലിയ പ്രതിസന്ധിയാകും. അതുകൊണ്ടാണ് മാലിദ്വീപ് പ്രസിഡന്റിന്റെ അതിവേഗം ഇന്ത്യയിലേക്ക് വരുന്നത്. എങ്ങനെയും ഇന്ത്യയെ ആശ്വസിപ്പിക്കാനാണ് നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലിദ്വീപ് മന്ത്രിമാർ നടത്തിയ അധിക്ഷേപ പ്രസ്താവനയ്ക്ക് പിന്നാലെയുണ്ടായ വിവാദങ്ങളിൽ ഇന്ത്യയുടെ അതൃപ്തി പരിഹരിക്കാൻ മാലിദ്വീപ് നീക്കം തുടങ്ങിയിരിക്കുകയാണ്. ഏതായാലും ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനും ശേഷം ചൈനയുടെ പുതിയ ഇരയായി മാലിദ്വീപ് മാറാൻ പോവുകയാണോ എന്നുള്ള ചോദ്യചിഹ്നമാണ് ഉയരുന്നത്. ചൈനയോടുള്ള മാലിദ്വീപിന്റെ സ്നേഹവും തിരിച്ചുള്ള സ്നേഹവും ഒക്കെ ഇപ്പോൾ ഇടയ്ക്കിടെ ദൃശ്യമാവുകയാണ്. എന്നാൽ ഈ സ്നേഹം മാലിദ്വീപിന്റെ ദാരിദ്ര്യത്തിന്റെ താവളത്തിലേക്കുള്ള പാതയാണോ എന്നാണ് സംശയമുയരുന്നത്. ശ്രീലങ്കയും പാകിസ്ഥാനെയും സാമ്പത്തികമായി തകർക്കുന്നതിൽ ചൈനയ്ക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇരു രാജ്യങ്ങളും ചൈനീസ് കടക്കണിയിൽ കുടുങ്ങി ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മാലദ്വീപും അതേ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വർഷങ്ങളായി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വിശ്വസ്ത അയൽ രാജ്യമാണ് മാലിദ്വീപ്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെക്കുറിച്ച് മാലിദ്വീപ് മന്ത്രിമാർ പ്രതികരിച്ച രീതിയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഈ പ്രശ്നത്തിൽ നഷ്ടം സംഭവിക്കുന്നത് മാലിദ്വീപിന് മാത്രമാണ്. കാരണം മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പങ്കുവഹിക്കുന്ന അയൽ രാജ്യമാണ് ഇന്ത്യ. മാത്രമല്ല പല കാര്യങ്ങൾക്ക് മാലിദ്വീപ് പൂർണ്ണമായി ആശ്രയിക്കുന്നത് ഇന്ത്യയാണ്. എന്നാൽ നിലവിൽ മാലിദ്വീപിൽ ഭരണത്തിലെത്തിയിരിക്കുന്നത് ചൈനയുടെ പിന്തുണയുള്ള സർക്കാരാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് ഇന്ത്യയുമായുള്ള ബന്ധം വഷളായത്. മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥ ടൂറിസത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ദ്വീപ് രാഷ്ട്രത്തിലെ GDPയുടെ 28% ടൂറിസമാണ്. വിദേശ നാണ്യത്തിന്റെ 60% ടൂറിസം മേഖലയാണ് സംഭാവന ചെയ്യുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ പിന്തിരിഞ്ഞാൽ മാലിദ്വീപിന് സാമ്പത്തികമായി വലിയ നഷ്ടം നേരിടേണ്ടി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ വർഷം മാലിദ്വീപും ഇന്ത്യയും തമ്മിൽ $500 മില്യൺ വ്യാപാരമാണ് നടന്നത്. ഈ വർഷവും തുടർച്ചയായി വ്യാപാരം വർദ്ധിച്ചു വരികയാണ്. ഇന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് മാലിദ്വീപും ഇന്ത്യയും തമ്മിൽ ഒരു വ്യാപാര കരാർ ഒപ്പിട്ടിരുന്നു. ഈ കരാർ പ്രകാരം മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാത്ത ചരക്കുകൾ ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപിലേക്കാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇതിനു പുറമെ മാലിദ്വീപിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഇന്ത്യ വൻതോതിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. 2023 ഇന്ത്യ മാലിദ്വീപിൽ നിന്ന് $410.2 മില്യൺ കയറ്റുമതി നടത്തിയപ്പോൾ $61.9 മില്യൺ ആണ് ഇറക്കുമതി ചെയ്തത്. 2022 കയറ്റുമതി $495.4 മില്യൺ ഇറക്കുമതി $61.9 മില്യൺ ആയിരുന്നു. ഇന്ന് ഇന്ത്യക്കാരുടെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് മാലിദ്വീപ്. 2023 ഇന്ത്യയിൽ നിന്ന് 2,09,198 പേർ മാലിദ്വീപ് സന്ദർശിക്കാൻ എത്തിയിരുന്നു. ഇന്ത്യക്കാർ മാലിദ്വീപിനെ ഒഴിവാക്കിയാൽ മാലിദ്വീപിന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി മാറുമെന്ന് ഉറപ്പാണ്. നേരത്തെ 2022 2.41 ലക്ഷം ഇന്ത്യക്കാരും 2021 2.91 ലക്ഷവും 2020 63,000 ഇന്ത്യക്കാരും മാലിദ്വീപ് സന്ദർശിക്കാൻ എത്തിയിരുന്നു. 2021 ഡിസംബർ വരെ 17,57,939 വിനോദസഞ്ചാരികൾ ഈ ദ്വീപിൽ എത്തിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ.